നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാ കാലത്തും എനിക്ക് തന്നെ അച്ഛന് മരുന്ന് കൊടുക്കാൻ പറ്റണമെന്നില്ലല്ലോ. ചിലപ്പോ നാളെ ഒരു സമയം ഞാൻ ഈ വീട്ടിലുണ്ടായില്ലെങ്കിലോ? അർച്ചന, അർച്ചന, ഏയ് എന്താ? രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാത്തതിന്റെ ക്ഷീണം കൊണ്ടുണ്ടായതാ. ഹോസ്പിറ്റലിൽ പോയൊരു ട്രിപ്പ് എടുത്ത് ഒന്നുറങ്ങി എണീറ്റ എല്ലാം മാറും. വഴിപാട് പാതി നിർത്തേണ്ടി വന്നതോർത്ത് കുട്ടി വിഷമിക്കണ്ട. അടുത്ത മഹാശിവരാത്രി നാളിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വരണം. അന്ന് കുട്ടിക്ക് ഇവിടെ വന്ന പൂജകൾ മുഴുവൻ പൂർത്തീകരിക്കാൻ കഴിയും. മഹാദേവനെ പ്രാർത്ഥിച്ച് ഇപ്പോ സന്തോഷമായി പോയി മടങ്ങി വരൂ. മോനെ, വാ മോളെ, ഇരിക്കേ. മോൾ ആഗ്രഹിച്ച പൂജകളൊക്കെ ചെയ്തിട്ടാണോ വരുന്നത്? നിന്റെ ഉദ്ദേശമൊക്കെ നല്ലതായിരുന്നു, പക്ഷേ അത് മറ്റാരും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. മോളുടെ ഒരാഗ്രഹത്തിനും ഇവിടെ ആരും എതിര് നിൽക്കില്ല. അതുകൊണ്ട് എവിടേക്കെങ്കിലും പോകുന്നെങ്കിൽ പറഞ്ഞിട്ട് പോണം എന്നൊരു അഭിപ്രായം മാത്രമേ അച്ഛന് പറയാനുള്ളൂ. അർച്ചനയ്ക്ക് മനസ്സിലായല്ലോ, ചുറ്റും ശത്രുക്കളാണ് നമുക്ക്. അർച്ചന ശിവപുരത്തേക്കാണ് പോയതെന്ന് ഇവിടെ ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് ശത്രുക്കൾ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഇതുപോലുള്ള ഒറ്റയ്ക്കുള്ള യാത്രകൾ ഒഴിവാക്കുക. മോളി ഒന്ന് കുറച്ചു നേരം വിശ്രമിക്കേ. ചെല്ലേ. എഴുന്നേക്കമോട്. ചെൽ. അർച്ചന, സച്ചേട്ടാ പ്ലീസ് എന്നോടൊന്നും ചോദിക്കരുത്. ഇതൊക്കെ എന്തിനാണെന്നും
ഞാൻ എന്തിനങ്ങനെയൊക്കെ ചെയ്തു എന്നും ചോദിച്ച് എന്നെ ആശയക്കുഴപ്പത്തിലാക്കരുത്. ശരി, ഞാനൊന്നും ചോദിക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. ഇനിമേലെങ്കിലും എന്നോടിങ്ങനെ കാണിക്കരുത്. തന്റെ ഒരാഗ്രഹവും ഞാനിതുവരെ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ആ എന്നോട് പോലും ഒന്നും പറയാതെ താനിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. താൻ എവിടെ പോയിന്ന എല്ലാവരുടെയും ചോദ്യത്തിന് അറിയില്ലെന്ന് ഞാൻ മറുപടി പറയുമ്പോൾ ഭർത്താവിനെ വകവയ്ക്കാത്ത ഭാര്യയായി താനും ഭാര്യയുടെ കാര്യങ്ങൾ അറിയാത്ത ഭർത്താവായി ഞാനും മാറുന്നുണ്ട് ചിലരുടെ മനസ്സിലെങ്കിലും. അതുകൊണ്ട് ഇതുപോലുള്ള സാഹചര്യങ്ങൾ താനായി തന്നെ ഒഴിവാക്കണം. നമ്മുടെ ജീവിതം നമ്മുടെ തന്നെ സ്വകാര്യതയാണ്. പരസ്പരം അറിയാതെയുള്ള ഒരു കാര്യങ്ങളും അതിനകത്ത് വേണ്ട. അർച്ചനയില്ലാതെ സച്ചിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ലെന്ന് അർച്ചന ഇനിയെങ്കിലും മനസ്സിലാക്കണം. സച്ചിയേട്ടന്റെ ടെൻഷൻ ഇതുവരെ മാറിയില്ലാന്ന് തോന്നുന്നു. ഏട്ടത്തെ കാണാതായത് മുതല് തറയിൽ ചവിട്ടി ഒരു നിമിഷം പോലും നിന്നിട്ടില്ല. പാവം, എന്തൊരു ടെൻഷനായിരുന്നെന്ന് അറിയോ? ഇനി എവിടെയെങ്കിലും പോകുമ്പോ സച്ചിയേട്ടനോട് പറഞ്ഞിട്ട് പോണേ ഏട്ടത്തെ. ആ പാവം കിടന്ന് ടെൻഷൻ അടിക്കുന്നത് കാണാൻ വയ്യാഞ്ഞിട്ടാ. ഞാനിപ്പോ വന്നത് മറ്റൊരു കാര്യത്തിന്. ഇന്നലെ ഇന്നും അങ്കിളിന് മരുന്ന് കൊടുത്തിട്ടില്ല. ഡോക്ടറിനെ വിളിച്ചു ചോദിച്ച് ഞാൻ മരുന്ന് കൊടുക്കാന്ന് പറഞ്ഞപ്പോ അങ്കിൾ സമ്മതിച്ചില്ല. ദാ ഇതിന്ന് ഇപ്പൊ കൊടുക്കേണ്ട ഗുളിക ഏതാന്ന് പറഞ്ഞു തരുമോ? ഇപ്പൊ കൊടുക്കാനുള്ളത് മാത്രമല്ല, എല്ലാം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അതെന്തിനാ? ഏട്ടത്തി തിരികെ വന്നില്ലേ? ഇനി ഞാൻ പഠിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയല്ല മോളെ, എല്ലാം നീ കൂടി അറിഞ്ഞു വെക്കുന്നത് നല്ലതാ. എല്ലാ കാലത്തും എനിക്ക് തന്നെ അച്ഛന് മരുന്ന് കൊടുക്കാൻ പറ്റണമെന്നില്ലല്ലോ. ചിലപ്പോ നാളെ ഒരു സമയം ഞാൻ ഈ വീട്ടിലുണ്ടായില്ലെങ്കിലോ? അപ്പൊ അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നീയല്ലേ? അതാ എല്ലാം പഠിപ്പിച്ചു തരാന്ന് ഞാൻ പറഞ്ഞത്. ഏട്ടത്തി അതിനി എങ്ങോട്ട് പോവാനാ? പോയാലും ഇതുപോലെ ഏതെങ്കിലും അമ്പലത്തില്, അല്ലെങ്കിൽ ഏട്ടത്തിന്റെ വീട് വരെ, അത്രയല്ലേ ഉള്ളൂ. മനുഷ്യന്റെ കാര്യമല്ലേ മോളെ, പോണം തോന്നിയാ പോയല്ലേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.